സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള പാർട്ടാണ് ടാക്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. ഇതിൽ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ടാക്സ് ഇൻവോയ്സ് എന്താണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് ഷാൾ ബി ഇഷ്യൂഡ് ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ ഓൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ. GSTയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു അയാൾ ടാക്സബിൾ സപ്ലൈ നടത്തുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ദ ടാക്സ് ഇൻവോയ്സ് മസ്റ്റ് ഹാവ് all the prescribed details such as details of goods, quantity, value, tax charged on supply. ഒരു ടാക്സ് ഇൻവോയ്സിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അതായത് ഗുഡ്സിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. എത്ര ക്വാണ്ടിറ്റിയാണ്, എത്രയാണ് വാല്യൂ, അതിൻ്റെ ടാക്സ് എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ അതിൽ ഉണ്ടാവും. അപ്പോൾ GST ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബില്ലാണ്, ഇൻവോയ്സ് ആണ് ടാക്സ് ഇൻവോയ്സ്. നെക്സ്റ്റ് ആണ് കണ്ടൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സ്. ടാക്സ് ഇൻവോയ്സിലുള്ള കണ്ടൻസ് ആണ്. അതിലാദ്യത്തേതാണ് നെയിം, അഡ്രസ്സ്, GST നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സപ്ലയർ, അതേപോലെ കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ. ആ ബില്ലിനൊരു നമ്പർ ഉണ്ടാവും, 15 ഡിജിറ്റിൽ കൂടാൻ പാടില്ല. പിന്നെ ഈ ബില്ല് ടാക്സ് ഇൻവോയ്സ് കൊടുക്കുന്ന ഡേറ്റ്, പിന്നെ റെസിപ്പിയൻറ്റിൻ്റെ അഡ്രസ്സോ നെയിമോ GST നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. ഇനി GST നമ്പർ ഇല്ലാത്ത ആളാണെങ്കിൽ അയാളെ നെയിം, അഡ്രസ്സ്, റെസിപ്പിയൻറ്റ് GST നമ്പർ ഇല്ലാത്ത, GSTയിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളാണെങ്കിൽ നമ്പർ, നെയിമും അഡ്രസ്സും അതിൻ്റെ കൂടെ സ്റ്റേറ്റ്, പിൻകോഡ് എല്ലാം കൊടുക്കണം. എങ്ങനെയാണെങ്കിൽ 50,000 കൂടുതലുള്ള സെയിലാണെങ്കിൽ, 50,000 കൂടുതലുള്ള സെയിലാണ്, റെസിപ്പിയൻ്റ് അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ നെയിമും അഡ്രസ്സിൻ്റെ കൂടെ സ്റ്റേറ്റും പിൻകോഡും കൊടുക്കണം. ഇനി 50,000 കുറവാണെങ്കിലും, സെയിൽ 50,000 കുറവാണെങ്കിലും നെയിമും അഡ്രസ്സും അതിൻ്റെ കൂടെ സ്റ്റേറ്റും പിൻകോഡൊക്കെ കൊടുക്കാം. അങ്ങനെ റെസിപ്പിയൻ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ. അല്ലെങ്കിൽ അത് നിർബന്ധമില്ല. 50,000 മുകളിലുണ്ടെങ്കിൽ ഉള്ള അൺരജിസ്റ്റേർഡ് റെസിപ്പിയൻറ്റിൻ്റെ കേസിൽ ഈ ഡീറ്റെയിൽസ് ചെയ്തേണ്ടുള്ളൂ. പിന്നെ അതേപോലെ ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് ന്യൂമോൺകൾച്ചർ കോഡ്, HSN കോഡ്. ഓരോ ഗുഡ്സിനും HSN കോഡ് ഉണ്ട് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ HSN കോഡ് ആണ് പിന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അടുത്തത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് സപ്ലൈഡ്. ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യണ അതിൻ്റെ ഡീറ്റെയിൽസ്, ഏത് പ്രൊഡക്റ്റാണ്, അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഡീറ്റെയിൽസ്. പിന്നെ ക്വാണ്ടിറ്റി, അതേപോലെ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. അതിൻ്റെ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ടോട്ടൽ വാല്യൂ എത്ര എന്നുള്ളതും അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിസ്കൗണ്ട് ഓർ അബാൻമെൻറ്റ് ഇഫ് എനി. എന്തെങ്കിലും ഡിസ്കൗണ്ടോ അബേറ്റ്മെൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിട്ടുള്ള വാല്യൂ കൊടുക്കണം. പിന്നെ അപ്ലിക്കബിൾ റേറ്റ് ഓഫ് ടാക്സ്, എമൗണ്ട് ഓഫ് ടാക്സ് ചാർജ്ഡ്. പിന്നെ പ്ലേസ് ഓഫ് സപ്ലൈ അലോങ് വിത്ത് നെയിം ഓഫ് സ്റ്റേറ്റ് ഇൻ കേസ് ഓഫ് സപ്ലൈ ഇൻ കോഴ്സ് ഓഫ് ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ കൂടി പ്രൊവൈഡ് ചെയ്യണം. അടുത്തത് അഡ്രസ് ഓഫ് ഡെലിവറി വെർ ദ സെയിം ഈസ് ഡിഫറെൻറ്റ് ഫ്രം പ്ലേസ് ഓഫ് സപ്ലൈ. പ്ലേസ് ഓഫ് സപ്ലൈയും ഡെലിവറി പ്ലേസ് ഓഫ് സപ്ലൈയും ഡിഫറെൻ്റ് ആണെങ്കിൽ ഡെലിവറി പ്ലേസും കൂടി അതിൽ മെൻഷൻ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ വെദർ ദ ടാക്സ് ഈസ് പേയബിൾ ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. റിവേഴ്സ് ചാർജ് ബേസിസിലുള്ള ടാക്സ് ബില്ലാണെങ്കിൽ അതും പ്രത്യേകം മെൻഷൻ ചെയ്യണം. ലാസ്റ്റാണ് സിഗ്നേച്ചർ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ, അതും അതിൽ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ടാക്സ് ഇൻവോയ്സിൽ ഉണ്ടായിരിക്കേണ്ട കണ്ടൻസ്.